അപ്പോൾ ഇത് കല്ലുമ്മക്കായൊക്കെ സെറ്റായിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ കല്ലുമ്മക്കായ ഇവിടെ ആവുന്നുണ്ട്, പക്ഷേ ഞാനൊരു സാധനം വാങ്ങിക്കാൻ മറന്നു. ഇപ്പോൾ വേഗം പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരട്ടെ. UFC സാധനങ്ങളൊക്കെ കിട്ടി, ഇനി അത് പോയിട്ട് ഉണ്ടാക്കട്ടെ. ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി പാക്കിങ്ങും കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ ക്ലീനിങ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കി വേണ്ട, ക്ലീനിങ് പിന്നെ വന്നിട്ട് സമയമുള്ളൂ, ഒന്നിനും ടൈമില്ല. ഓൾറെഡി 5 o'clock ആയി. അപ്പോൾ ഇതാ എൻ്റെ കല്ലുമ്മക്കായെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ഫ്ലെയിം വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മജാസിലോട്ടാണ്, അൽനൂർ മോസ്കിലോട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ UAE വന്നിട്ട് എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ എല്ലാം കിട്ടി. അപ്പം നമ്മൾ സഫാരി മോളിൽ വെച്ചിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സെറ്റായിട്ട് ഒരു നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നത് ഒരു സ്നാക്കും ഫ്രൂട്ട്സുമാണ്. റൂഫ്സ് ജ്യൂസ് ഞാൻ ആക്ച്വലി വാട്ടർമെലൺ ബാക്കി വന്നപ്പോൾ ശരി എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് ഉപകാരപ്പെട്ടു. അങ്ങനെ എല്ലാം ഹറി ബറിയാണ്. പുറകിലുള്ള ആളെ കൊണ്ടുപോകുന്നൊന്നുമില്ല, ചുമ്മാ എൻ്റെ കൂടെ താഴോട്ട് വരാനുള്ള പരിപാടിയാണ്. ആൾ പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ആളുകൾ വന്നു, വണ്ടിയും വന്നു. എല്ലാ പ്ലാനിങ്ങുകളോടുകൂടി നമ്മൾ അവിടുന്ന് രണ്ടുപേരും കൂടെ പിക്ക് ചെയ്യാണ്ടായിരുന്നു. അവരും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ മജാസിലോട്ടാണ് പോകുന്നത്, അൽനൂർ മോസ്കിൽ. പക്ഷേ ആകെ പണി പാളുന്നത് അവിടെ എത്താറായപ്പോഴാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് തെറ്റി. ഓക്കെ ഓക്കെ നോക്ക് 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 നോക്ക്. വണ്ടിയിൽ വന്നിട്ട് ടാക്സിയിൽ അൽനൂർ മോസ്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷനായി. നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വളരെ വേറൊരു ലൊക്കേഷനിലോട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു 1 kilometer. ഫൈനലി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരെയും കൂടെ മീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എന്തായാലും ഗ്യാദർ ചെയ്തു. പക്ഷെ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പള്ളിയുടെ മോസ്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ കുടിച്ചു. ശരിയെങ്കിൽ പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ മിനിമലായിപ്പോയി. നമ്മൾ സാരല്ല, നെക്സ്റ്റ് ടൈം ആകും. നമ്മൾ ആക്ച്വലി 5:30 ആയപ്പോൾ ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ പിന്നെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് എത്രയായിട്ടും കണ്ടുപിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനലി നമ്മൾ 6:35 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒന്നിച്ചു. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അറേഞ്ചൊക്കെ ചെയ്യുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഓരോരുത്തർ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെല്ലാം അറേഞ്ച് ചെയ്യാണ് പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയാം. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യുന്നതും ഇഫ്താർ മീറ്റിന് പോകുന്നതൊക്കെ. പക്ഷേ ഇതൊക്കെ നമുക്ക് UAE വന്നാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ, ഒരേ വൈബിലുള്ള ആൾക്കാർ സിങ്കായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതൊരു ലക്കി ഫാക്ടർ തന്നെയാണ്. അൽഹംദുലില്ലാ റാഹത്തായിട്ട് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരേ വൈബാണ്, ഒരേ സംസാരം. നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള പരിചയം അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര നല്ല കൂട്ടാണ്. എന്തായാലും മാഷാ അല്ലാഹ് ഇങ്ങനെ തന്നെ നീണ്ടു പോട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് എപ്പോഴും പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ശരിക്കും ഒരു ലൈവ് ഫീലിംഗ് വരിക. മറ്റത് നമ്മൾ വർക്ക്, ജോബ്, റൂം മാത്രമാവുന്ന സമയത്ത് നമ്മൾ അതിൽ മാത്രം കൺസ്ട്രക്റ്റഡ് ആയിപ്പോൾ നമുക്കൊരു പുറം ലോകമായിട്ട് ഭയങ്കര ടച്ച് കിട്ടും. പ്രത്യേകിച്ച് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സമയം വരെ വളരെയധികം പഠനം കാര്യങ്ങളുമായിട്ട് എൻജോയ്മെൻറ്റൊക്കെ കുറേയൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, നമുക്ക് ആ ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പല പല കാര്യങ്ങളും. അന്ന് കുറച്ച് നമ്മൾ മിനിമലായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മേ ബി നമുക്ക് ലൈഫിൽ എല്ലാം എപ്പോഴാണ് വേണ്ടതെന്നുള്ളത് ഒരാൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം നടക്കുകയുള്ളൂ. ഞാൻ ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഗ്യാതറിങ്, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, ന്യൂ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് ഇപ്പോഴാണ് നടന്നിട്ടുള്ളത്. അതിന് ശരിക്കും നമ്മൾ ഒരു ഫംഗ്ഷന് പോയത്, കോമ്പറ്റീഷന് പോയതാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു കുക്കിംഗ് കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു സഫാരി മോളിൽ വെച്ചിട്ട്. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് ഒരു ദിവസം പോലും ഇല്ല, 24 hours ഒന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് സമയത്ത് മണിക്കൂറുകളുടെ ഇതിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് ഇവിടം വരെയൊക്കെ എത്തുക എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം എല്ലാവരും പ്രവാസികളാണ്, വീടും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വന്നിട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് ഇപ്പം 2 years ആയി.
ഞാൻ ഒരു നോമ്പ് തുറന്നിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പം ഇങ്ങനെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു വല്ലാത്തൊരു ലൈവ്ലി എഫക്റ്റ് വരുന്നത്. എന്നാലും ഞാൻ എന്തെല്ലോ പറയുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഏതായാലും നമ്മൾ ബാങ്ക് വിളിച്ചിട്ടാണെങ്കിലും നമ്മൾ നോമ്പ് തുറന്നു, ഫുഡെല്ലാം അറേഞ്ച് ചെയ്തു. അത് പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്നെല്ലാം ഫാസ്റ്റ് ആയിട്ട് കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു. മക്രോണി ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ്, സമൂസ, ഉന്നക്കായ, അങ്ങനെ ഒരുപാട് സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കളിയും ചിരിയും വർത്താനും എല്ലാം ആയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ഞാനത് വെറുതെ എടുത്തതാണ് ജ്യൂസ്. ആ ജ്യൂസ് ആക്ച്വലി വാട്ടർമെലൺ കട്ട് ചെയ്ത് പീസാക്കിയപ്പം സൈഡ് എൻഡ് വന്നപ്പോൾ ഞാൻ ശരി റൂഅഫ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് റൂഅഫ്സ് ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവന്നതാണ്. എല്ലാവരും നല്ല ടയർഡായി ദാഹിക്കുന്നുണ്ടായിരുന്നു. റൂഅഫ്സും ജ്യൂസും എല്ലാം നമുക്ക് യൂട്ടിലൈസ് ആയിട്ടുണ്ട്. ഏതായാലും അടിപൊളി. ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും. നമുക്ക് ലൊക്കേഷനാണ് നമ്മൾ പണി പറ്റിച്ചത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, ബാക്കിയെല്ലാം സെറ്റായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചിറ്റ്ചാറ്റൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റ് ഉണ്ടെന്ന് വിളി വന്നു. പിന്നെ നമ്മൾ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം നടന്നില്ല. പക്ഷേ പരിപാടി നടന്നില്ലെങ്കിലും ഇത്രയും നടന്നു. നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് റിലാക്സായി. ഈ വർക്ക് ലൈഫിൻ്റെ ഇടയിൽ ഒരുപാട് നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഏതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലുള്ള ഓരോരുത്തരും എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു ഗ്യാതറിങ് തന്നെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ 6 പേരുണ്ടായിരുന്നു, അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇനിയും ഇതുപോലെ നമ്മൾ ഗ്യാദർ ചെയ്യട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഫുഡടി കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ ഇല്ലാതെ പിന്നെ എന്ത് ഗ്യാതറിങ്ങില്ലേ, ഫോട്ടോ ആണല്ലോ മുഖ്യം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമുക്ക് ഏകദേശം പിരിയാനുള്ള സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാമെന്നുള്ള രീതിയിൽ. എന്നാലും ഒരു ഹാപ്പനിങ് ഡേ ആയിരുന്നു, ഒരു ഹാപ്പനിങ് ഈവനിങ്. ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു.